ഓക്കെ 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 ഗൈസ്, അവന്മാരുടെ പറയലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്മാർ തൽക്കാൻ ഞാൻ കൊല്ലുന്നില്ല. ഇയാൾക്ക് ഒന്നും ഏൽക്കാത്ത ഒരു മിനിറ്റ്, യവന്മാർക്കൊന്നും ഏൽക്കുന്നില്ലല്ലോ. ഗായ്സ്, ഈ പുറത്തേക്കുന്ന പോലീസുകാർക്കൊന്നും കൊള്ളുന്നില്ല. എന്നാ ഇത് എടുക്കട്ടെ ഞാൻ. എൻ്റെ ഹെൽത്തും കുറഞ്ഞല്ലോ. ഇപ്പം 9129 അടിക്കണം. നമ്മൾ ചാപാത്ത എന്നാ സ്നൈപ്പർ എടുത്തിട്ട് അടിച്ചു നോക്കാം. അല്ലെങ്കിൽ പതുക്കെ സ്റ്റിക്കി ബോംബിട്ട് ഇത് പൊട്ടിക്കണം. സ്റ്റിക്കി ബോംബിട്ട് നമുക്ക് ഈ ജയില് പൊട്ടിച്ചിറങ്ങണം. അതൊക്കെ നല്ലത്. കീ മറ്റേ ആളുടെ കയ്യില്ല, ഇപ്പോൾ എടുക്കാനും പറ്റത്തില്ല. അപ്പം റെഡി, 1 2 3. ഗായ്സ്, എങ്ങനെയോ ബോംബ് പൊട്ടി ഞങ്ങൾ പതിയെ പുറത്ത് വന്നിട്ടുണ്ട്. യവന്മാർ കാണാതെ വന്നത്. ശരിക്കും ഞങ്ങൾ മോളിൽ കൂടെ താഴോട്ടെടുത്ത് ചാടി. അപ്പം യവന്മാരെന്നാലും കൊന്നേക്കെ. ഇല്ലെങ്കിൽ NPC എല്ലാം ഞാൻ തൽക്കാലം വിശ്വസിക്കാം. പക്ഷെ യവന്മാരെ കൊന്നില്ലെങ്കിൽ പണിപ്പാളും. പോലീസ് തരാം. അതുകൊണ്ട് യവന്മാരെ കൊല്ലുന്നതാ നല്ലത്. രണ്ടുപേരും ഭാഗ്യത്തിന് ചത്തു. എൻ്റെ കൂട്ടുകാരും വണ്ടിക്കകത്തിരിപ്പുണ്ട്. ഇതാണ്ട് വണ്ടിയുടെ കീയും പോലീസുകാരുടെ അതിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോടാ കൂട്ടുകാരാ. പിന്നെന്താ എങ്കിലും നമുക്കിനി പോവാം. എടാ, ഇനി മേലെ നീ ഇതുപോലത്തെ ഓരോ പരിപാടി ഉണ്ടാക്കി വയ്ക്കല്ലോ. ഇനി ഞാൻ നോക്കോളാം. NPCയിലുള്ള മറ്റേ മനുഷ്യന്മാരൊക്കെ നല്ല ആൾക്കാരാ. എന്നാൽ മതിയായിരുന്നു അവരെ വിശ്വസിച്ചാൽ ഒന്നും കൊല്ലാത്തത്. എടാ ഫ്രാങ്കിളിനെ നമുക്ക് വിശ്വസിക്കല്ലേ. എടാ ഫ്രാങ്കിളിനെ, ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നീ എന്തിനാ ഈ ഐലൻഡിലേക്ക് വന്നത്? ഈ ഐലൻഡോ? എടാ, ഇത് ബീച്ചല്ലേ? ബീച്ചെങ്കിൽ ബീച്ച്. എന്തിനാ ഇവിടെ വന്നേ? എടാ, ഒരു കാര്യം സാധിക്കാണ്ട്. എന്തോന്നടാ നീ ഒന്നിനെ രണ്ടിനെ പോകാൻ പോവാണ്? പോടാടുന്ന്. നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങ്. ഞാൻ പറയാം. നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങ്. ഞാൻ ഇറങ്ങാം. എന്തോ ഫ്രാങ്കിൾ, നീ പുറത്തെങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയല്ലോ. നിൻ്റെ മുടിയൊക്കെ ഒരു നിറച്ചു പോയല്ലേ. എന്താ നീ എൻ്റെ മുടിയെല്ലാം ദൈ അടിക്കാൻ പോകണോ? 3 ആഴ്ച നിന്നെങ്ങനെ ആയിപ്പോയല്ലേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടേ